തൃശ്ശൂരിൽ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പോലീസ് ഉദ്യോഗസ്ഥൻ അപമര്യാദയായി പെരുമാറിയെന്ന് പരാതി. മാള SHOക്കെതിരെയാണ് പരാതി വന്നിരിക്കുന്നത്. പയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് ആണ് ജില്ലാ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്ക് ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 21-ാം തീയതി മാള സിയുടെ ഓഫീസിൽ എന്നെ വിളിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് പരാതിക്കാരിയായ എന്നെയും അതുപോലെ ഞാൻ ആക്ഷേപം ഉന്നയിച്ച വ്യക്തിയെയും ഒരുമിച്ച് വിളിച്ചിരുത്തി പ്രസിഡന്റ് തന്ന പരാതിയിൽ ഒരു കഴമ്പുമില്ല, ഇതുമായി FIR ഇട്ട് കേസെടുക്കാൻ പറ്റില്ല, 2-3 അസഭ്യ വാക്കുകൾ പറഞ്ഞിട്ട് ഇതുകൂടി എഴുതി ചേർക്കുകയാണെങ്കിൽ ആൾക്കെതിരെ നമുക്ക് FIR ഇട്ട് കേസെടുക്കാമായിരുന്നു എന്ന് പറയുകയും എന്നോട് കംപ്ലൈൻറ്റ് രജിസ്റ്ററിൽ ഒപ്പ് ഇടാൻ പറയുകയും ചെയ്തു. അപ്പം എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് കംപ്ലൈൻറ്റ് രജിസ്റ്ററിൽ ഒപ്പിടാൻ പറ്റില്ല, കേസുമായി FIR ഇട്ട് കേസെടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. സൂരജ് സജി, ഈ ബുദ്ധി പറയുന്നതിനിടയിൽ അശ്ലീല വാക്കുകൾ പറഞ്ഞു എന്നാണോ മനസ്സിലാക്കുന്നത്? ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ചൂണ്ടിക്കാണിക്കുന്ന ഈ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും തമ്മിൽ പഞ്ചായത്ത് ഓഫീസിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു വ്യക്തി അവിടെ വരികയും ഇവരെ അസഭ്യം പറയുകയും വലിയ രീതിയിൽ ചൂടാവുകയും ചെയ്തു. തുടർന്ന് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ ഈ വാഹനം ഇടിപ്പിക്കാനുള്ള ഒരു ശ്രമം നടന്നു. ഇതോടുകൂടിയാണ് മാള SHOക്ക് ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പരാതി നൽകുന്നത്. പക്ഷേ ഈ പരാതിയിന്മേൽ ഇരു കൂട്ടരെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ SHO സജിൻ ശശിയുടെ നേതൃത്വത്തിൽ ഈ പരാതി ഒത്തുതീർക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ അസഭ്യം പറഞ്ഞ വാക്കുകൾ ഉൾപ്പെടെ ഈ പരാതിയിൽ എഴുതി ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈ കേസെടുക്കാൻ പറ്റില്ല എന്നൊരു നിലപാട് ഈ SHO സ്വീകരിച്ചു. തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനോട് നിർബന്ധിച്ച് ഈ പരാതി ഇല്ല എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കാൻ നിർബന്ധിച്ചു എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. ആ സമയത്ത് ഒപ്പിട്ട് കൊടുക്കാൻ കഴിയില്ല എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞപ്പോൾ പ്രസിഡന്റിനോട് ഒപ്പിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അത് ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ നിന്ന് മടക്കി അയക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നിട്ട് പോലും താൻ നൽകിയ പരാതി പോലും പോലീസ് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതേ തുടർന്ന് ഇപ്പോൾ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കടക്കം ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്.